ഞാനും മോളും ചീക്കിലോടേക്കുള്ള യാത്രയിലാണ്. പെരുവണ്ണാമൂഴി കാട് വഴിയാണ് പോകുന്നത്. അപ്പം കാടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ്, നീ മൊബൈലിൽ വീഡിയോ എടുക്കണേന്ന് പറഞ്ഞു. അപ്പം വണ്ടി അവിടെ നിർത്തി മൊബൈലൊക്കെ എടുത്ത് ഞങ്ങൾ യാത്ര വീണ്ടും തുടരുകയാണ്. ഈ കാട്ടിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാലുള്ള ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാനിങ്ങനെ ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാവേണ്ടാവും. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ നാട്ടുകാർ ഒരുപാട് കാണാൻ പോയ വഴിയാണ്. എങ്കിലും കുറേ പേര് പോവാത്തവരുണ്ടാവുമല്ലോ. അപ്പം അവർക്ക് ഈ കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ഈ കാട്ടിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലൈമറ്റൊക്കെ ആകെ ചേഞ്ചായി. അതുവരെ ചിലപ്പം വിയർത്തൊക്കെ വരുന്ന ആൾ ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു തണുപ്പും ഒരു വല്ലാത്തൊരു ഫീലങ്ങ് കിട്ടും. അത്രയും പച്ചപ്പും മരങ്ങളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. അപ്പം എനിക്കെപ്പോൾ ഞാൻ കരുതും ഒന്ന് വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് അവിടെ കുറച്ച് അങ്ങനെ സമയം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോകാമെന്ന് കരുതും. അപ്പം മോള് കൂടെ ഉണ്ടെങ്കിൽ ആൾക്ക് പേടിയാണ്. അതാ എലിഫൻറ്റ് ക്രോസിങ് വരുന്നുണ്ട്. അപ്പോൾ ആ ബോർഡൊക്കെ കാണുമ്പോൾ ആൾക്ക് പേടിയാവും. വണ്ടി സ്പീഡിൽ വിടുമ്മാന്ന് പറയും. അതുപോലെ എൻ്റെ ആ നൊസ്സുകളൊന്നും ആൾക്ക് അങ്ങനെ ഇല്ല. കുറച്ചൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക അതൊന്നും അങ്ങനെ ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് കുറച്ച് സമയമെങ്കിലും വണ്ടി അവിടെ ഒന്ന് നിർത്തിയിട്ടിട്ട് അവിടെ നിന്ന് ശുദ്ധവായു ഒന്ന് ആവാഹിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവളെ പേടി കാരണം നടന്നില്ല. അപ്പം ഞാൻ വീണ്ടും അവളെ സോപ്പടിച്ച് നമ്മൾ കുറച്ച് മുന്നിൽ നിർത്തുക എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഓക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിർത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതൊന്നുമില്ല, പക്ഷെ വണ്ടി സൈഡാക്കിയിട്ട് കുറച്ചവിടെ നിന്ന്. അപ്പോൾ മോൾക്കും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്ത് ഭംഗിയമ്മ, നല്ല രസമുണ്ട്, ഫോണിൽ കൂടെ അങ്ങനെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്നാൽ പിന്നെ ഇനി വീണ്ടും പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പം ഞാൻ മുന്നേ തനിച്ച് വന്നിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന യാത്ര കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലല്ലേ അല്ലേ. എനിക്ക് അതും ഭയങ്കര ഇഷ്ടമാണ്. കൂടെ ആളുള്ളതും ഇഷ്ടമാണ്, ഒറ്റയ്ക്കുള്ള യാത്രകളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഈ കാട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് ചുറ്റും ചില വല്ലാത്ത കണ്ണുകളുണ്ടാവും. എന്താണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, എന്താണ് വണ്ടി സൈഡാക്കിയത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളോടെ നോക്കുന്ന കണ്ണുകളൊക്കെ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ നാട്ടും പുറത്തൊക്കെ ഉള്ളവരായതുകൊണ്ട് ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനത്തെ യാത്രകളൊക്കെ, തനിച്ചുള്ള യാത്രകളൊക്കെ അവോയ്ഡ് ചെയ്യലാണ്. പക്ഷേ ഉള്ളിലുള്ള ഇഷ്ടങ്ങളൊക്കെ അതൊക്കെയാണ്. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ഞാൻ പോകുന്ന അതേ തരത്തിൽ നിങ്ങളും ഇങ്ങനെ സഞ്ചരിക്കുകയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോയുടെ ഉദ്ദേശം സക്സസ് ആയി എന്ന് പറയാം. എന്ത് തന്നെയായാലും അഭിപ്രായം പറയാം. ഇത് യൂട്യൂബിൽ ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ ഒന്നുമല്ല. എന്ത് മനോഹരമാണല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. ആ കാറ് വരുന്നില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് വലത്തോട്ടൊരു റോഡുണ്ട്. ഞാനെപ്പം കരുതും ആ വഴി ഒന്ന് പോയി നോക്കണം, നല്ല ഭംഗി ഉണ്ടാവുമെന്ന് ഇങ്ങനെ കരുതും. പക്ഷേ ഇതുവരെ പോയിട്ടില്ല. ആ സ്ഥലം കഴിഞ്ഞപ്പോൾ ഞാൻ മോളെടുത്ത് പറഞ്ഞു, എടാ വീഡിയോ നിർത്തിക്കളാം, ഒരുപാട് ലെങ്തി വീഡിയോസ് ആവും, ഫോണ് ഹാങ് ആവും. അവളുടെ ഉപ്പ എപ്പോൾ എന്നെ വഴക്ക് പറയുന്ന ഒരു കാര്യം അതാണ്. ഇങ്ങനെ ചപ്പും ചവറും വീഡിയോസ് ഇങ്ങനെ ഫോണിലെടുത്ത് വെച്ചിട്ട് ഫോൺ ഹാങ് ആവുമെന്നും പറഞ്ഞിട്ട് നല്ല വഴക്ക് കേൾക്കാറുണ്ട്. പക്ഷേ നോക്കുമ്പോൾ അവൾക്ക് വീഡിയോ എടുത്ത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര അങ്ങ് ഹരം പിടിച്ചു. അവൾ പറയാ നല്ല രസമുണ്ട് ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ആനകളൊക്കെ ഇറങ്ങുന്ന കാടൊക്കെയാണ് അവിടെ. മതിലൊക്കെ ആന ഇടിച്ചൊക്കെ നല്ല പണിയാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു 13 വർഷം ആയി ഞാനിങ്ങനെ ഈ റൂട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത്. ഒട്ടും മടുപ്പ് വരാറുമില്ല. എന്ത് രസമാണെന്നോ, നല്ല രസം തോന്നുന്നില്ലേ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അഭിപ്രായം പറയണേ. അങ്ങനെ ഞങ്ങളിതാ മൂഴി ഡാമിൻ്റെ അടുത്തെത്തി. അവിടെ വണ്ടി സൈഡാക്കി നോക്കുമ്പോൾ ഷട്ടർ ക്ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഭംഗി നമുക്ക് കിട്ടില്ല. പിന്നെ നല്ല വെയിലുമായിരുന്നു. അപ്പോൾ എന്നാൽ നമ്മൾ വേഗം പോവുകയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ വേഗം വീണ്ടും ചിക്കിലോടേക്കുള്ള യാത്ര തുടർന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായം അറിയിക്കുക.